ഹലോ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് KTU EC403 സ്ലോട്ട് ബി മൈക്രോവേവ് ആൻഡ് റഡാർ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ലെക്ചേഴ്സാണ് ഞാൻ ഇതിൽ കൂടെ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ സിലബസ് നോക്കാം. അപ്പോൾ സിലബസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് 5 മൊഡ്യൂൾ എപ്പോഴും മൈക്രോവേവിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ മാത്രമേ നമുക്ക് റഡാറിനെ കുറിച്ച് പറയാനുള്ളൂ. ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് കോൺസെപ്റ്റാണ് പറയുന്നത്, എന്താണ് മൈക്രോവേവ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്. പിന്നെ പറയാൻ പോണത് മൈക്രോവേവ് സോഴ്സസിനെ കുറിച്ചാണ്. അപ്പോൾ സെക്കൻഡും തേർഡ് മൊഡ്യൂൾസും നമുക്ക് മൈക്രോവേവ് സോഴ്സസിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. തേർഡും ഫോർത്തും ഒക്കെ എന്ന് വരുന്നത് ഹൈബ്രിഡ് ഡിവൈസസും സോളിഡ് സ്റ്റേറ്റ് മൈക്രോവേവ് ഡിവൈസസ് ഒക്കെയാണ് വരുന്നത്. 6th മൊഡ്യൂൾ മാത്രമാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്, റഡാറിൻ്റെ മൊഡ്യൂളായിട്ട് വരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി പാറ്റേൺ പ്രകാരം 60% തിയറിയും 40% ഡെറിവേഷൻ ഓർ പ്രോബ്ലം ആണ്. അപ്പോൾ ഫസ്റ്റ് 4 മൊഡ്യൂൾസിൽ ഒരുപാട് ഡെറിവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ഒന്ന് സാമുവൽ വൈ ലിയാവോ കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഒരെണ്ണം ഫോളോ ചെയ്യണത് കുൽക്കർണിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ് മൈക്രോവേവിൻ്റെ ഇൻട്രൊഡക്ഷൻ, അഡ്വാൻറ്റേജസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. Microwave, what is meant by microwave? Microwave is an electromagnetic wave with a high frequency and smaller wavelength. അതാണ് മൈക്രോവേവിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. മൈക്രോവേവ് ഈസ് എ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിത്ത് എ ഹൈ ഫ്രീക്വൻസി ആൻഡ് സ്മോൾ വേവ് ലെങ്ത്. അപ്പോൾ മൈക്രോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണത്, സ്മോൾ ആണ്. അപ്പോൾ അതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യണത്. മൈക്രോവേവ് മൈക്രോ മീൻസ് സ്മോളർ വേവ് ലെങ്ത്, അതാണ് ആ ഇൻഡിക്കേറ്റ് ചെയ്യണത്. ഇറ്റ് ഫ്രീക്വൻസി റേഞ്ചസ് ഫ്രം 300 MHz to 300 GHz ആണ് ഫ്രീക്വൻസി വേവ് ലെങ്ത്. 1 മീറ്റർ ടു 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ളൊരു റിലേഷൻ നമുക്കറിയാം. F is proportional to 1/λ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, F is equal to c/λ, where c is the velocity of the light അല്ലേ. അപ്പോൾ എന്താണത്, വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ m/s ആണ്. അപ്പോൾ നമുക്ക് ആ വേവ് ലെങ്ത് എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് ഈ രണ്ട് ഫ്രീക്വൻസി വെച്ച് കാണാൻ പറ്റും. അതായത് പറഞ്ഞു ഫ്രീക്വൻസി റേഞ്ചസ് ഫ്രം 300 MHz to 300 GHz ആണെന്ന് പറഞ്ഞു. അപ്പോൾ കാൽക്കുലേഷൻ നോക്കാം. അപ്പോൾ കാൽക്കുലേഷൻ നോക്കുമ്പോൾ F1 എന്ന് പറയുന്നത് 300 MHz ആയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ F is equal to c/λ ആണ്. അപ്പോൾ λ is equal to c/f എന്ന് വരും. അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 മീറ്ററും കിട്ടും. അതുപോലെ F2 എന്ന് പറയുന്നതിൻ്റെ ഫ്രീക്വൻസി 300 GHz ആയിട്ട് എടുക്കുക. അപ്പോൾ λ 1 മില്ലിമീറ്റർ ആണെങ്കിൽ അപ്പോൾ നമുക്ക് λ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കറിയാം മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ്സ് എ സ്മോൾ വേവ് ലെങ്ത് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എപ്പോഴും മൈക്രോവേവ് പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുള്ളൂ. വാട്ട് യു മീൻ ബൈ ദിസ് പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ? That is line of sight communication. The transmitter and the receiver will be in the line of sight ആയിരിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് അറിയാം, വയർലെസ് നെറ്റ്വർക്ക്സിൽ നമ്മൾ മൈക്രോവേവ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ കുക്കിംഗ് നമ്മൾ മൈക്രോവേവ് ഓവൻ അല്ലേ, അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് മൈക്രോവേവ്സ് യൂസ് ചെയ്യണത്. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോണത് മൈക്രോവേവിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ എന്താണ്, 300 MHz to 300 GHz മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെക്ട്രം. അപ്പോൾ മൈക്രോവേവിൽ യൂസ് ചെയ്യുന്ന ബാൻഡ് എന്ന് പറയുന്നത്, ആ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഉള്ളിൽ വരുന്ന ബാൻഡ് എന്ന് പറയുന്നത് L, S, C, X, KU, K, KA ബാൻഡാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ L ബാൻഡ് എന്ന് പറയുന്നത് 1 to 2 GHz 1 to 2 GHz അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് GSM മറൈനും അവിടെയൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. S ബാൻഡ് എന്ന് പറയുന്നത് 2 to 4 GHz ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് മൈക്രോവേവ് ഓവൻ, ബ്ലൂടൂത്ത് അവിടെയൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. C ബാൻഡ് എന്ന് പറഞ്ഞാൽ 4 to 8 GHz ആണ്. സാറ്റലൈറ്റ് ആൻഡ് റഡാർ കമ്മ്യൂണിക്കേഷനിലൊക്കെയാണ് അത് വരുന്നത്. 8 to 12 GHz എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ പർപ്പസ്, നമ്മൾ മൈക്രോവേവ് ലാബിൽ യൂസ് ചെയ്യാൻ പോണതൊക്കെ 8 to 12 GHz ആയിരിക്കും. ഇനി 12 to 18 GHz എന്ന് പറയുന്നതാണ് നമ്മുടെ KU ബാൻഡ്. അതാണ് നമ്മൾ സാറ്റലൈറ്റ് TV കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് KU ബാൻഡ് ആയിരിക്കും. ഇനി K ബാൻഡ് എന്ന് പറയുന്നതാണ് 18 to 26 GHz. അപ്പോൾ അത് നമ്മൾ റഡാർ, അസ്ട്രോണമി അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ഈ K ബാൻഡ് ആയിരിക്കും. ഇനി 26 to 40 GHz എന്ന് പറയുന്നത് നമ്മുടെ KA ബാൻഡ്. അതാണ് ഹൈ റെസൊല്യൂഷൻ
ലോ റേഞ്ച് ഡിറ്റക്ഷൻ റഡാറിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ. അതായത് ഹൈ റെസൊല്യൂഷൻ ഉള്ള ലോ റേഞ്ചിൽ യൂസ് ചെയ്യുന്ന റഡാറിൽ യൂസ് ചെയ്യുന്നതാണ് KA ബാൻഡ് വിത്ത് 26 to 40 GHz ആയിരിക്കും അതിൻ്റെ റേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ മൈക്രോവേവും അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് 6 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ബാൻഡ് വിത്ത് അവൈലബിലിറ്റി. ഫസ്റ്റ് പോയിന്റ് ഇൻക്രീസ്ഡ് ബാൻഡ് വിത്ത് അവൈലബിലിറ്റി. രണ്ടാമത്തെ പോയിന്റ് ഇംപ്രൂവ്ഡ് ഡയറക്റ്റീവ് പ്രോപ്പർട്ടീസ്, അതായത് ഡയറക്റ്റിവിറ്റി ഇൻക്രീസസ്. മൂന്നാമത്തത് ഫേഡിംഗ് എഫക്റ്റ് ആൻഡ് റിലയബിലിറ്റി, ഫേഡിംഗ് എഫക്റ്റും റിലയബിലിറ്റിയും. നാലാമത്തത് ലോ പവർ റിക്വയർമെന്റ് ആണ്. അഞ്ചാമത്തത് ട്രാൻസ്പെറൻസി പ്രോപ്പർട്ടി ഓഫ് ദ മൈക്രോവേവ്, ട്രാൻസ്പെറൻസി പ്രോപ്പർട്ടി. ആറാമത്തത് മോർ റേഡിയേറ്റഡ് പവർ ആൻഡ് മോർ ഗെയിൻ ആയിരിക്കും, മോർ റേഡിയേറ്റഡ് പവറും മോർ ഗെയിനും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 6 പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ബാൻഡ് വിത്ത് അവൈലബിലിറ്റി. അപ്പോൾ ഇൻക്രീസ്ഡ് ബാൻഡ് വിത്ത് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം മൈക്രോവേവ് എന്ന് പറയുന്നത് ലാർജ് ബാൻഡ് വിത്ത് ആണ് അല്ലേ. അപ്പോൾ ലാർജ് ബാൻഡ് വിത്ത് പറയുമ്പോൾ നമ്മൾ എത്രയാണ്, 300 MHz to 300 GHz ആണ് അതിൻ്റെ ബാൻഡ് വിത്ത്. അപ്പോൾ അത് ലാർജ് ബാൻഡ് വിത്ത് ആരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് വേവിനെയും മീഡിയം വേവിനെയും അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മൈക്രോവേവിന് എന്തുണ്ടാവും, ലാർജ് ബാൻഡ് വിത്ത് ആണ് ഉള്ളത്. പിന്നെന്താ പറയണമെന്ന് വെച്ചാൽ ഈ ലാർജ് ബാൻഡ് വിത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും, നമുക്ക് മോർ ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഈ മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ മോർ ഇൻഫോർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് ഡിസ്റ്റൻസിൽ ലോങ് ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്ലിക്കേഷൻ എവിടെയാണ് വരിക, TV, ടെലിഫോൺ, അവിടെയൊക്കെ അതിൻ്റെ അപ്ലിക്കേഷൻസ് വരിക. അപ്പോൾ ഇൻക്രീസ്ഡ് ബാൻഡ് വിത്ത് അവൈലബിലിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ലാർജ് ബാൻഡ് വിത്ത് ആണ്, ആരെ കമ്പയർ ചെയ്യുമ്പോൾ മീഡിയം വേവ്, ഷോർട്ട് വേവ്, അൾട്രാ ഹൈ ഫ്രീക്വൻസി വേവ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ലാർജ് ബാൻഡ് വിത്ത് ആയിരിക്കും. ഇൻഫോർമേഷൻ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ്, മൈക്രോവേവ് ഫ്രീക്വൻസി റേഞ്ചിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഇൻക്രീസ്ഡ് ബാൻഡ് വിത്ത് അവൈലബിലിറ്റിയിൽ പറഞ്ഞത്. ഇനി അടുത്തത് പറയുന്നത് ഇംപ്രൂവ്ഡ് ഡയറക്റ്റീവ് പ്രോപ്പർട്ടീസ്, ഡയറക്റ്റിവിറ്റി, ഇംപ്രൂവ്സ് ഡയറക്റ്റിവിറ്റി ആണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യത്തിലേക്ക് ഡയറക്റ്റിവിറ്റി പറയുമ്പോൾ അവിടെ ഏതായിരിക്കും, ബീം ഓഫ് റേഡിയേഷൻ ആയിരിക്കും വരിക. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഈ ഒരു ഇക്വേഷൻ ഓർത്തേക്ക്, ഡയറക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എഴുതാൻ ബീം വിഡ്ത്ത് ഓഫ് റേഡിയേഷൻ ആലോചിക്കണം. അപ്പോൾ ബീം വിഡ്ത്ത് ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, θb എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ബീം വിഡ്ത്ത് ഓഫ് റേഡിയേഷൻ എന്ന് വിളിക്കുന്നത് θb, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു λ/d ആണ്. നമുക്കറിയാം d എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ ആന്റിനയും λ പറയുന്നത് വേവ് ലെങ്ത്തും ആണെന്നറിയാം. അപ്പോൾ ഡയറക്റ്റിവിറ്റി പറയുമ്പോൾ ആദ്യം ആലോചിക്കുന്നത് എന്താണ്, ബീം വിഡ്ത്ത് ആണ്. അപ്പോൾ ബീം വിഡ്ത്ത് ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, λ/d ആയിരിക്കും. അപ്പം നമ്മൾ പറയാം ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആര് കൂടും, ഡയറക്റ്റിവിറ്റി കൂടും, പക്ഷെ ബീം വിഡ്ത്ത് എന്താവും, കുറയും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു പോയിന്റ് എന്തായാലും ആലോചിക്കുക, ഫ്രീക്വൻസി കൂടുമ്പോൾ ഡയറക്റ്റിവിറ്റി കൂടും, പക്ഷെ ബീം വിഡ്ത്ത് കുറയും. അപ്പോൾ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ ലോ ഫ്രീക്വൻസി ബാൻഡ് എടുക്കാന്നിരിക്കും. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞു ഫ്രീക്വൻസി കൂടുതലായിരിക്കും, വേവ് ലെങ്ത് കുറവായിരിക്കും എന്നാ പറഞ്ഞത് അല്ലേ. അപ്പൊ ഇനിയിപ്പോ ഞാൻ പറയാണ് വേവ് ലെങ്ത് കൂടുതലും ഫ്രീക്വൻസി കുറവും ആകുമ്പോൾ ഡയാമീറ്ററിന് എന്ത് സംഭവിക്കും, സൈസ് ഓഫ് ദ ആന്റിന വെരി ലാർജ് ആവണം. എന്തിന്, ഷാർപ്പ് ബീമൊക്കെ വരികയാണെങ്കിൽ അത് റിസീവ് ചെയ്യണമെങ്കിൽ ആന്റിനയുടെ ഡയാമീറ്റർ എന്ന് പറയുന്നത് വലുതായിരിക്കണം. അപ്പോൾ നമ്മുടെ മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ ആന്റിന സൈസ് എപ്പോഴും എന്താണ്, കുറവാണ്. കാരണം എന്താണ്, ഹൈ ഫ്രീക്വൻസി അല്ലേ. ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട് മൈക്രോവേവിലെ ആന്റിനയുടെ സൈസ് എപ്പോഴും കുറവാണ്. അത് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് സ്മോൾ, അതൊന്നും വേണ്ട, ഇത്രയും മാത്രം ആലോചിക്കാം. മൈക്രോവേവ് ഫ്രീക്വൻസി ആന്റിന സൈസ് റിക്വയർമെന്റ് ഈസ് സ്മോൾ ഡ്യൂ ടു ഹൈ ഫ്രീക്വൻസി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു എക്സാമ്പിൾ വെച്ച് കാണിക്കുകയാണ്. നമ്മൾ ഫ്രീക്വൻസി കൂടിയാലും സൈസ് ഓഫ് ദ ഡയമീറ്റർ കുറവായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഒരു 3 കേസ്, കേസ് 1, കേസ് 2, കേസ് 3 വെച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബീം വിഡ്ത്ത് θb ഈസ് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞു, പ്രൊപ്പോർഷണൽ ടു λ/d ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മളൊരു 140 ഡിഗ്രി, അതായത് ഒരു പാരബോളിക് റിഫ്ലക്ടറിന്റെ കാര്യമാണ് പറയുന്നത്. θb ഓഫ് പാരബോളിക് റിഫ്ലക്ടർ പറയുമ്പോൾ പാരബോളിക് റിഫ്ലക്ടർ ആകുമ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഏത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു, 140 ഡിഗ്രി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം.
ഓക്കെ. അപ്പൊ കേസ് 1 പറയുന്നത് വെച്ചാൽ നമുക്ക് വേണ്ടത് 30 GHz. 30 GHz ലാംഡ എന്ന് പറയുന്നത് 1 cm ഫോർ എ 1 degree ബീം ആണെങ്കിൽ തീറ്റ ബി is equal to എന്തൊരു 140 degree into lambda by d ആണ് അല്ലെ. അപ്പൊ ഡി കണ്ടുപിടിച്ചൂടെ? എല്ലാം തന്നിട്ടില്ലേ? അപ്പോൾ ഫോർ എ 1 degree ബീം, അപ്പൊ ബീമിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ലാംഡയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 140 degree അറിയാം. അപ്പൊ ഡയമീറ്റർ കണ്ടുപിടിച്ചിട്ട്, അപ്പൊ ഡയമീറ്റർ എന്ന് പറയുന്നത് 30 GHz യൂസ് ചെയ്യുകയാണെങ്കിലും ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രേ വരുള്ളൂ? 140 cm വരുള്ളൂ. അതേപോലെ രണ്ട് കേസും കൂടെ 60 GHz കാണാം, 300 MHz കാണാം. അപ്പൊ 60 GHz ലാംഡാന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 0.5 തന്നിരിക്കുന്നത്. 300 MHz ലാംഡയുടെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 100 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. 140 into 100 by 1 degree ആണ്. അപ്പോൾ അത് 14,000 cm ആണ് വരിക. അതിൽ 140 meter എന്ന് എഴുതിയിട്ടുണ്ട്. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. പിന്നെ ഫ്രം ദ എബോവ് എക്സാമ്പിൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആന്റന സൈസ് ഭയങ്കര കുറവാണ്. എവിടെ? മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ. എത്രയും വലിയ ഫ്രീക്വൻസി മൈക്രോവേവിന്റെ യൂസ് ചെയ്യുമ്പോഴും ആന്റനസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് എന്ത് സംഭവിക്കും? കുറയും. അപ്പൊ പവർ റേഡിയേറ്റഡും ഗെയിനും ഒക്കെ എന്താവും? കൂടും. ആ ഒരു പോയിന്റ് കൂടെ ആലോചിക്കാം. ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും, പക്ഷെ പവർ റേഡിയേറ്റഡും ഗെയിനും ഒക്കെ കൂടും. അപ്പോൾ ഡയറക്ടിവിറ്റി കണ്ടു. അത് ഇങ്ങനെയാണ് രണ്ട് ഫോർമുലയിലും ചെയ്യണമെന്ന് നോക്കി. അപ്പോൾ എന്താണ് ഡയറക്ടിവിറ്റി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, അതിപ്പോൾ നമുക്കറിയാം മൈക്രോവേവിൽ ഇംപ്രൂവ് ഡയറക്ടിവിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും മാത്രം ഓർക്കുക, ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും, അപ്പോൾ ഡയറക്ടിവിറ്റി കൂടും. എന്താണ് ഈ ഡയറക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മുടെ ആൻറ്റനയുടെ ഫണ്ടമെൻ്റൽ പാരാമീറ്റർ ആണ്. പഠിച്ചിട്ടുണ്ടാവും ആൻറ്റനയിൽ. ഫണ്ടമെൻ്റൽ ആൻറ്റന പാരാമീറ്റർ ആണ്. എന്ത് മെഷർ ചെയ്യും? എങ്ങനെയാണ് അതിൻ്റെ റേഡിയേഷൻ പാറ്റേൺ, ഹൗ ദ റേഡിയേഷൻ പാറ്റേൺ ഓഫ് എ ഡയറക്ഷണൽ ആൻറ്റന, അത് മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയറക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡയറക്ടിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആയിരിക്കും. അപ്പോൾ വേവ് ലെങ്ത് കുറയാന്ന് പറഞ്ഞാൽ അതിൻ്റെ ബീം വിഡ്ത്തും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയേഷൻ പാറ്റേൺ ആംഗിൾ ആണ്. ദറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ഹാഫ് പവർ പോയിന്റ് ഓഫ് ദ ആന്റിന മെയിൻ ലോബ്സ്. ആന്റിന മെയിൻ ലോബ്സിന്റെ ഹാഫ് പവർ പോയിന്റിൽ വരുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബീം വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്ര മാത്രം ഓർക്കുക, ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയുന്നു, ഡയറക്ടിവിറ്റി കൂടുന്നു, ബീം വിഡ്ത്ത് കുറയുന്നു. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് നമ്മുടെ മൈക്രോവേവിലുള്ള ആന്റിനനെ ഈസി ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫേഡിംഗ് എഫക്റ്റ് ആൻഡ് റിലയബിലിറ്റി ആണ്. അപ്പോൾ വേരിയേഷൻ ഇൻ ദ ട്രാൻസ്മിഷൻ മീഡിയം കോസസ് ഫേഡിംഗ്. അതായത് നമ്മൾ ട്രാൻസ്മിഷൻ മീഡിയം മാറുന്നതിനനുസരിച്ച് ഫേഡിംഗ് ഉണ്ടാവും. പക്ഷെ ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട് മൈക്രോവേവിൽ ലെസ് ഫേഡിംഗ് എഫക്റ്റേ ഉണ്ടാവുള്ളൂ. കാരണം ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട് മൈക്രോവേവ് എപ്പോഴും ഏത് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും? ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും ഫേഡിംഗ് എഫക്റ്റ് കുറവാകും. അപ്പോൾ അതെന്തായിട്ട് മാറും? റിലയബിൾ ആയിട്ട് മാറും. അപ്പോൾ വേരിയേഷൻ ഇൻ ദ ട്രാൻസ്മിഷൻ മീഡിയത്തിൽ വേരിയേഷൻ ഉണ്ടാവണമെങ്കിൽ ഫേഡിംഗ് എഫക്റ്റ് ഉണ്ടാവുക. ട്രാൻസ്മിഷൻ മീഡിയത്തിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഫേഡിംഗ് എഫക്റ്റ് വരും. പക്ഷെ ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ ഈ ട്രാൻസ്മിഷൻ മീഡിയം മാറുന്നത്, ചേഞ്ചസ് ഉണ്ടാവുന്നത് ഭയങ്കര കുറവായിരിക്കും. കാരണം മൈക്രോവേവ് എപ്പോഴും ഏതാണ് പ്രിഫർ ചെയ്യണത്? ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. ഇനി പവർ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്ററും റിസീവറിലും വേണ്ട പവർ ഭയങ്കര കുറവാണ്. ട്രാൻസ്മിറ്ററും റിസീവറിലും വേണ്ട പവർ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു അതർ ഷോർട്ട് വേവിലോ അല്ലെങ്കിൽ മീഡിയം വേവിലോ അല്ലെങ്കിൽ അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡിലേക്ക് യൂസ് ചെയ്യുന്ന ട്രാൻസ്മിറ്റർ റിസീവർ പവറിനെക്കാളും ഭയങ്കര കുറവായിരിക്കും ആർക്ക് വേണ്ടത്? മൈക്രോവേവിന് വേണ്ടത്. ഇനി ട്രാൻസ്പെറൻസി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ മൈക്രോവേവ് ഫ്രീക്വൻസി അപ് ടു 10 GHz അല്ലേ. അപ്പോൾ 10 GHz വരെ ഫ്രീ ആയിട്ട് അയണോസ്ഫിയറിൽ കൂടെ അതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട്, അതായത് 10 GHz വരെ നമുക്ക് എന്ത് ചെയ്യാം? അയണോസ്ഫിയറിൽ കൂടെ ഈസി ആയിട്ട് ഇതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത് അസ്ട്രോണമിക്കലിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഗ്രൗണ്ടിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക്, സാറ്റലൈറ്റിൽ നിന്ന് എർത്തിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക്, അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആവും. അപ്പോൾ ട്രാൻസ്പെറൻസി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അയണോസ്ഫിയറിൽ 10 GHz വരെ ഫ്രീ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് മോർ റേഡിയേറ്റഡ് പവർ ആൻഡ് മോർ ഗെയിൻ ആണ്. അപ്പോൾ മോർ റേഡിയേറ്റഡ് പവർ ആൻഡ് മോർ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും. അപ്പോൾ നമുക്ക് റിലേഷൻ വെച്ച് കാണിച്ചിട്ടുണ്ട്. റിലേഷനിൽ PR = μ0π² I0² L/λ². PR പവർ റേഡിയേറ്റഡ് ആണ്, I0 എന്ന് പറഞ്ഞാൽ എന്താണ്, L എന്താണ്, ലാംഡ എന്താണെന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തറിയാം? ലാംഡ കുറയുമ്പോൾ പവർ റേഡിയേഷൻ കൂടുന്നു. അപ്പോൾ പവർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ
ലാംഡ സ്ക്വയർ. അപ്പോൾ അങ്ങനെ ആ പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ സ്ക്വയർ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗെയിന് അച്ചീവബിൾ ആണ്, അച്ചീവബിൾ. പിന്നെ പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്, റഡാറിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻസ്ട്രുമെന്റ് ആൻഡ് ബയോമെഡിക്കലിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഹീറ്റിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷനിൽ. എല്ലാ ആപ്ലിക്കേഷനൊന്നും വേണ്ട, ഓരോന്നിൻ്റെ അണ്ടറിൽ ഒരു 3 or 4 വെച്ചിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ.